ഹലോ ഗായ്സ്, സ്പോർട്സ് പലർക്കും ഡീഡിമാൻസ്പിരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം തന്നെയാണ് ഒരു വീഡിയോ ഉണ്ടത്. ഓക്കെ, ഏകദേശം ഇനിയിപ്പോൾ കുറച്ച് ഒന്നോ രണ്ടോ ആഴ്ച കൂടെ കഴിഞ്ഞാൽ ടു മന്ത്സ് ആവും. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനെ വീഡിയോ പ്രതീക്ഷിച്ചാൽ മതി. 12th സ്റ്റാൻഡേർഡൊക്കെയാണ്, അപ്പോൾ +2 ഒക്കെയാണ്. അപ്പോൾ വീഡിയോസ് ഇടും, പക്ഷേ മന്ത്ലി ബേസിസിലായിരിക്കും. ഓക്കെ, മന്ത്ലി ബേസിൽ വീഡിയോസ് ഇടണമായിരിക്കും, അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി പോകും. അതുകൊണ്ട് മന്ത്ലി ബേസിൽ ഒരു വീഡിയോ വരണമായിരിക്കും തൽക്കാലത്തേക്ക്. പിന്നെ +2 ഒക്കെ കഴിഞ്ഞിട്ട്, അതായത് ഒരു അടുത്ത വർഷം ഒരു മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും 2026 ഞാൻ ഫുൾ ഫ്ലെജഡായിട്ട് ഞാൻ ഫ്രീ ആയിരിക്കും. അപ്പം നമുക്ക് അപ്പം പൊളിക്കാം. അപ്പോൾ അതുവരെ മാസത്തെ ഒരു വീഡിയോ അങ്ങനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന എന്തോന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതായത് 3 years ago. ഓക്കെ, എൻ്റെ ഫേവററ്റ് ഫിലിം ഫ്രാഞ്ചൈസായ ജുറാസിക് പാർക്കിൻ്റെ ഏറ്റവും പുതിയ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ഏറ്റവും പുതിയ സിനിമ തിയേറ്ററിൽ ഇന്നലെ ഇറങ്ങിയതേ ഉള്ളൂ. ഓക്കെ, ഇന്നലെ ഇറങ്ങിയതേ ഉള്ളൂ, ജുറാസിക് വേൾഡ് റീബർത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഫേവററ്റ് ഫിലിം ഫ്രാഞ്ചൈസ് ആയെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ജുറാസിക് പാർക്കായിരിക്കും. ഓക്കെ, എനിക്ക് മിഷൻ ഇമ്പോസിബിൾ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഡെഡ് റെക്കണിങ് കുറച്ച് സിനിമകളെ ഡെഡ് റെക്കണിങ്ങിന് ഫൈൻ റെക്കണിങ് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, മനസ്സിലായില്ലേ? അതായത് ഫോൾ ഔട്ട്, മിഷൻ ഇമ്പോസിബിൾ 1, പിന്നെ ഗോസ്റ്റ് പ്രോട്ടോക്കോൾ, അതൊക്കെയാണ് ഞാൻ അതിന് ഡെഡ് റെക്കണിങ്ങിന് ഫൈനൽ റെക്കണിങ്ങിന് മുമ്പ് കണ്ടിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ആ 2 സിനിമയും കണ്ട് അതിൻ്റെ ഹൈപ്പിലാണ് ഞാൻ ബാക്കി എല്ലാ സിനിമയും കണ്ടത്, ഗ്രോഗ്നേഷനൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ആ ഫ്രാഞ്ചൈസ് ഭയങ്കര ഇഷ്ടമായത്. പക്ഷേ ഈ ഒരു ഫ്രാഞ്ചൈസ് ഞാൻ കൊച്ചിലേ തൊട്ട്, അതായത് വളരെ കൊച്ചിലേ തൊട്ട് ഞാൻ ഫോളോ ചെയ്ത് പറഞ്ഞൊരു ഫ്രാഞ്ചൈസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫ്രാഞ്ചൈസാണ്. ഇതും കൂടെ കൂട്ടി സത്യം പറയുകയാണെങ്കിൽ ടോട്ടൽ 7 സിനിമ ഉണ്ട്. അതിൽ 3 സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, 3 സിനിമ. ഫോളൻ കിങ്ഡം ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്, ജുറാസിക് വേൾഡ് ഫോളൻ കിങ്ഡം ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്, പിന്നെ ജുറാസിക് വേൾഡ് ഡൊമിനിയൻ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്, പിന്നെ ഈ സിനിമ ജുറാസിക് വേൾഡ് റീബർത്ത് ഞാൻ തിയേറ്ററിൽ കണ്ടു. ഓക്കെ, അപ്പോൾ ഈ സിനിമയുടെ റാങ്കിങ് ആണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ പോണത്. ഞാൻ 3 വർഷം മുമ്പ് ഡൊമിനിയൻ റിലീസായിട്ട് അതുപോലെ ആ സിനിമയും കണ്ടിട്ട് ഞാൻ റാങ്കിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് പ്രായത്തിൻ്റെ പക്വത കുറവ് കാരണം അന്ന് ഞാൻ വെറും സിനിമ ഡൈനോസർ എത്ര നല്ലോണം കാണിച്ചിരിക്കുന്നു അതൊക്കെ റിവ്യൂ ചെയ്തിട്ടാണ് ഞാൻ റാങ്കിങ് ചെയ്തത്. ഓക്കെ, പ്രത്യേകിച്ച് ഞാൻ വലുതായിട്ടൊന്നും കൺസിഡർ ചെയ്തില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അത്യാവശ്യം നല്ല വിയേർഡ് റാങ്കിങ് തന്നെയായിരുന്നു. ഓക്കെ, ഇന്ന് ഞാൻ ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണത് എന്തോന്നായിരുന്നത്. അതുകൊണ്ട് ഇപ്പം എനിക്ക് സിനിമയെ കുറച്ചുകൂടി നല്ലപോലെ ഞാൻ വ്യൂ ചെയ്ത് തുടങ്ങിയ ശേഷം ഞാൻ പിന്നെ അതിനൊന്ന് തിരിഞ്ഞ് നോക്കിയപ്പം കുറച്ച് മൈനർ ചേഞ്ചസ് ഉണ്ട് അതിന്ന്. അപ്പോൾ ഇൻക്ലൂഡിങ് പുതിയ സിനിമയായ റീബർത്ത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പോണത് ജുറാസിക് പാർക്ക് സിനിമകളുടെ റാങ്കിങ് ആണ്. ഓക്കെ, ഫ്രം വേഴ്സ്റ്റ് ടു ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനലിൽ കുറച്ച് മോശം ഫേസ് കൂടെയാണ് കടന്നു പോണത്, അത് കുഴപ്പമില്ല, അതെല്ലാം കഴിഞ്ഞു പോകും. ഓക്കെ, അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. റാങ്കിങ് ഒക്കെ പറയുന്നതിന് മുമ്പ് നമുക്കാദ്യം ജുറാസിക് വേൾഡ് റീബർത്തിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ അറിയാം. അപ്പോൾ സിനിമ എങ്ങനെയുണ്ടെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഓക്കെ, അത് എനിക്ക് ആക്ച്വലി അന്ന് ഡൊമിനിയൻ ജുറാസിക് വേൾഡ് ഡൊമിനിയൻ തിയേറ്ററിൽ കണ്ടിട്ട് ഞാൻ പറഞ്ഞു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമയായിരുന്നു. പക്ഷേ ആ സിനിമ തിയേറ്ററിൽ കണ്ടാണ് എനിക്ക് അപ്പം കുഴപ്പമില്ലാതെ തോന്നിയത്. പിന്നെ ഇപ്പം ഞാൻ അത് ബാക്കി ജുറാസിക് പാർക്ക് സിനിമകളിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വീക്ക് സിനിമയായിരുന്നു. ഓക്കെ, വളരെ എനിക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു സീൻ പോലും എനിക്ക് ചെറിയ ചെയ്യാനൊന്നും ഓർമ്മിക്കാൻ ഒന്നും പറ്റില്ല, അത്ര ഭയങ്കര വീക്ക് സിനിമയായിരുന്നു അത്. പക്ഷേ ഈ സിനിമ അത് ഡൊമിനിയൻ്റെ ക്ഷീണം അത്രയും തീർത്തിട്ടുണ്ട്. ഓക്കെ, ജുറാസിക് വേൾഡ് ഡൊമിനിയൻ്റെ ക്ഷീണം കംപ്ലീറ്റ് തീർത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ സിനിമ. ഞാൻ ആക്ച്വലി ഈ സിനിമ ജഡ്ജ് ചെയ്ത്, കാരണം ഈ സിനിമയുടെ ട്രെയിലറൊക്കെ ഇറങ്ങിയപ്പം ഞാൻ വിചാരിച്ചു ഈ ഫ്രാഞ്ചൈസുകാർ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫ്രാഞ്ചൈസിനെ മിൽക്ക് ചെയ്യാനാണ് നോക്കണം. അതായത് നല്ല ഫ്രാഞ്ചൈസാണ്, അപ്പം പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആ ജുറാസിക് വേൾഡ് ഡൊമിനിയൻ അവസാനത്തെ സിനിമയായിട്ടാണ് അവരത് പ്രൊമോട്ട് ചെയ്തത്, എപ്പിക് കൺക്ലൂഷൻ എന്ന് പറഞ്ഞ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ സിനിമയും കൂടെ ഇറങ്ങണം, ഒന്നും കൂടെ റീബൂട്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് ആദ്യം തീരെ എനിക്കത് ഇതായിട്ട് തോന്നിയില്ല. ഞാൻ വിചാരിച്ചത് കൊള്ളൂലായിരിക്കുമെന്ന്. ഞാൻ ഭയങ്കരമായിട്ട് തന്നെ ജഡ്ജ് ചെയ്തു. പക്ഷേ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ എനിക്ക്
എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അത് അതായത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, ഭയങ്കരമായിട്ട്. അതായത് ഒരു സീൻ പോലും ലാഗ് അടിച്ചില്ല. അത് ഒരു സീനില്ല സിനിമയിൽ ബോറടിക്കണത്, ഒരു സീൻ ലാഗ് അടിച്ചില്ല. പിന്നെന്തോന്ന്, പലതരം ഡൈനോസേഴ്സിനെ ഈ സിനിമയിൽ കാണിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെന്തോന്ന്, നല്ല പെർഫോമൻസ്, അത്യാവശ്യം ഒരു ഡീസൻറ്റ് സ്റ്റോറിയാണ്, ഒരു സാറ്റിസ്ഫൈങ് സ്റ്റോറിയാണ്. അതായത് ഒരു സാധാരണ സിനിമയിൽ ഒരു സാക്രിഫൈസിങ്, പിന്നെന്തോന്ന് സാഡ് എൻഡിങ്, അങ്ങനെ ഒന്നുമില്ല, അങ്ങനത്തെ ക്ലീഷേഴ്സ് ഒന്നുമില്ല. ഒരു എന്താ പറയുക, ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ഒരു കഥ, അതിനെ സ്ട്രേറ്റ് ഫോർവേഡ് തീർത്തു. നല്ലൊരു സിനിമ, അതായത് ഭയങ്കര സാറ്റിസ്ഫൈ. ആസ് എ ജുറാസിക് പാർക്ക് ഫാൻ ബോയ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ആവറേജ്, ബിലോ ആവറേജ് റിവ്യൂസാണ് ഈ സിനിമയ്ക്ക് കിട്ടണത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് എനിക്ക് ഈ സിനിമയിൽ ആകെ തോന്നിയ പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ സിനിമയുടെ അതെന്തോന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ പലതരം ഡൈനോസേഴ്സിനെയും കാണിക്കാൻ ശ്രമിച്ചത്, പക്ഷേ ഒരു ഡൈനോസറിലെയും നേരെ ഫോക്കസ് കൊടുത്തിട്ടില്ല ഈ സിനിമയിൽ, മനസ്സിലായില്ലേ? അതായത് പലതരം ഡൈനോസേഴ്സിനെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ അതിനൊന്നും എന്താ പറയുക, ഫോക്കസ് ചെയ്യേണ്ട രീതിയിൽ അവർ ഫോക്കസ് ചെയ്തിട്ടില്ല. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ സിനിമയിൽ ഏറ്റവും എന്താ പറയുക, നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന കാര്യം ഡീറെക്സ് ആണ്. ടീറെക്സ് അല്ല, ഡീറെക്സ്. അപ്പോൾ അത് ആക്ച്വലി ഭയങ്കര പവർഫുള്ളാണോ, എനിക്ക് തോന്നുന്നു ഏറ്റവും പവർഫുൾ ഡൈനോസർ ആണെന്ന് ഇതുവരെ കാണിച്ചിട്ടുള്ളതിൽ. പക്ഷേ അതിനെ കാണിക്കാൻ രീതി കാണിച്ചിട്ടില്ല. അതായത് സ്ക്രീൻ ടൈം വളരെ കുറവായിരുന്നു. അപ്പോൾ അതിനെ കുറേ കൂടെ എന്താ പറയുക, അത് കാണുമ്പോൾ നമുക്കറിയാം ഭയങ്കര പവർഫുൾ ആണെന്ന്. പക്ഷേ ആ പവർഫുൾ എന്താ പറയുക, ആ ഒരു പവർഫുൾ ഒത്ത ഒരു സ്ക്രീൻ ടൈം ഈ സിനിമയിലില്ല. അതായത് നമുക്ക് പവർ ഫീൽ ചെയ്യുന്നതിന് മുമ്പേ സിനിമ തീർന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പലതരം ഡൈനോസറിനെ ഈ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഡൈനോസറിൽ ഇത് എന്താ പറയുക, ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. ടീറെക്സിനെ വളരെ കുറച്ച് ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളൂ. എന്താ പറയുക, ടൈറ്റാനസോറസ് ഒരു ഡൈനോസർ ഉണ്ട് ഇതിൽ, കാണാൻ ബ്രാക്കിയോസോറസിനൊക്കെ പോലെ ഇരിക്കും. അപ്പോൾ എന്തോന്ന്, അതിനെ കാണിച്ചിട്ടുണ്ട്. സ്പൈനോസറസിനെ കാണിച്ചിട്ടുണ്ട്. എല്ലാതരം ഡൈനോസറിനെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ടീറെക്സ്, സ്പൈനോസറസ്, പിന്നെ ഈ ഡീറെക്സ് ആയിരുന്നു. മൂന്നിനെയും കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നിനെയും എന്താ പറയുക, നമുക്ക് മനസ്സിലായില്ലേ, ആ ഒരു രീതിയിൽ കാണിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. ബാക്കി അത് മാറ്റി നിർത്തുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത സിനിമയായിരുന്നു. ഓക്കെ, ഇതൊരൊറ്റൊരു നെഗറ്റീവ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതായത് ഒരു ഡൈനോസറിനെ കാണിക്കേണ്ട വിധത്തിൽ അത്ര പവർഫുള്ളായിട്ട് പോർട്ട് ചെയ്തിട്ടില്ല. ജുറാസിക് വേൾഡിൽ എന്ത് രസമായിട്ടാണ് ഇൻഡോമിനസ് റെക്സിനെ കാണിച്ചിട്ടുള്ളത്. ഫോളൻ കിങ്ഡത്തിൽ ഇൻഡോറാപ്റ്ററിനെ കാണിച്ചിരിക്കുന്ന രീതി, അതുപോലെ ഒന്നും അങ്ങനെ ഒരു ഇത് സിനിമ പോർട്ട് ചെയ്തില്ല. ആ ഒറ്റ നെഗറ്റീവ് എനിക്ക് ഈ സിനിമയിൽ പറയാനുള്ളൂ. ബാക്കി നോക്കുകയാണെങ്കിൽ ഒരു ഫണ്ണ് സിനിമയാണ്. ഫൺ സിനിമ എനിക്ക് സത്യം പറയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഫ്രാഞ്ചൈസിൽ. ഞാൻ കള്ളം പറയാമല്ലോ. ഓക്കെ, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ഈ സിനിമ. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഞാൻ 5-ൽ എനിക്ക് 4.5 കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ജുറാസിക് വേൾഡ് റീബർത്തിൻ്റെ ഒരു ബ്രീഫ് റിവ്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സിനിമയുടെ റാങ്കിങ്ങിലോട്ട് ഇടണം. അപ്പോൾ റാങ്കിങ്ങിൽ എനിക്ക് ഏറ്റവും വേസ്റ്റ് സിനിമ, ടോട്ടൽ 7 സിനിമകളുണ്ട് ഇതും കൂടെ കൂട്ടി. അപ്പോൾ ഏറ്റവും വേസ്റ്റ് സിനിമ കൂട്ടത്തിൽ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അത് എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ജുറാസിക് ദ ലോസ്റ്റ് വേൾഡ് ജുറാസിക് പാർക്കാണ്. ഓക്കെ, ലോസ്റ്റ് വേൾഡ് ജുറാസിക് പാർക്ക്. ഇത് അന്നും ഞാൻ പറഞ്ഞപ്പോൾ ലോസ്റ്റ് വേൾഡ് തന്നെയായിരുന്നു വേസ്റ്റ്. ഇന്നും ഞാൻ എന്താ പറയുക, എനിക്ക് നോക്കുമ്പോൾ ലോസ്റ്റ് വേൾഡ് തന്നെയാണ് ഏറ്റവും വേസ്റ്റ് സിനിമയായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ സിനിമയിലും അതിൻ്റെതായ കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ട്, മനസ്സിലായത്. അതിൻ്റെതായ കുറച്ച് നല്ല നല്ല മൊമെൻറ്റ്സ് ഉണ്ട്. അതായത് ഒരു ക്യാമ്പിൽ ടീറെക്സ് വരണ സീന്, വീട്ടിനകത്ത് ടീറെക്സ് വരണ സീന്, പിന്നെ മറ്റേ മോം ഇസ് വെരി ആംഗ്രി എന്ന് പറഞ്ഞൊരു സീനില്ലേ, ആ ഒരു ക്ലിഫിൽ നിന്ന് വീഴാൻ ക്ലാസ്സിലേക്ക് ഒരു പെണ്ണടിച്ച് വീണ, അതൊക്കെ അടിപൊളിയായിരുന്നു ആ സീനൊക്കെ. കുറേ ഐക്കോണിക് സീൻസ് സിനിമയിലുണ്ട്. പക്ഷേ ആസ് എ ഹോൾ ഞാൻ ഈ സിനിമ എടുത്ത് നോക്കുമ്പം എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മിക്കാൻ പറ്റിയ കുറച്ച് സീൻസ് അല്ലാതെ വേറെ ഒന്നും എൻ്റെ ഈ സിനിമയിൽ തോന്നിയിട്ടില്ല. പിന്നെ റീവാച്ച് ആണെങ്കിൽ തന്നെ ഞാൻ ഏറ്റവും കുറവ് എന്താ പറയുക കൺസിഡർ ചെയ്യുന്ന സിനിമ ലോസ്റ്റ് വേൾഡ് ജുറാസിക് പാർക്ക് തന്നെ ആയിരിക്കും. ബോറിങ്, സത്യം പറഞ്ഞാൽ കുറച്ച് നല്ല ബോറിങ് ആണ് ഈ സിനിമ. അതായത് നല്ല ബോറടിക്കും ഈ സിനിമ കാണുമ്പോൾ. കുറച്ച് നല്ല സീൻസ് മാറ്റി നിർത്തുകയാണെങ്കിൽ ബോറടിക്കും. മെയിൻ കാസ്റ്റ് ജുറാസിക് പാർക്കിൽ അലൻ ഗ്രാൻഡ് അങ്ങനെ അതാരും ഇല്ല. കുറച്ച് എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും വേഴ്സായിട്ട് ലോസ്റ്റ് വേൾഡ് ജുറാസിക് പാർക്കാണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 7th പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ അതാണ് ദ ലോസ്റ്റ് വേൾഡ് ജുറാസിക് പാർക്ക്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 6th പ്ലേസിലോട്ട് കിടക്കാം. 6th പ്ലേസ് എന്ന് പറയുകയാണെങ്കിൽ അതാണ് ജുറാസിക് വേൾഡ് ഡൊമിനിയൻ. ഓക്കെ, ജുറാസിക് വേൾഡ് ഡൊമിനിയൻ ഞാൻ അന്ന് നടുക്കായിരുന്നു കൊടുത്തിരുന്നത്. കാരണം അന്ന് ഞാൻ തിയേറ്റർ കണ്ടതിൻ്റെ ആ ഒരു ഫീൽ നിൽക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ സിനിമയും വളരെയധികം ഡള്ളൊരു സിനിമയായിരുന്നു. അതായത് ഈ സിനിമയിൽ ഒന്നുമില്ല പറയാൻ.
എനിക്ക് ആക്ച്വലി ഫോളൻ കിങ്ഡം ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് പേഴ്സണൽ ഒപ്പീനിയനിൽ. അത് വളരെ മോശം സിനിമയായിട്ടാണ് എല്ലാവരും കാണുന്നത്, പക്ഷേ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഫോളൻ കിങ്ഡം. അൺപോപ്പുലർ ഒപ്പീനിയൻ എന്നാലും വളരെ അധികം ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് അത്. ഞാൻ 2018 തിയേറ്ററിൽ പോയി കണ്ടത്. ഇപ്പോഴും എനിക്ക് ചില സീൻ ഞാൻ തിയേറ്ററിൽ നിന്ന് കാണാൻ എനിക്ക് ഓർമ്മയുണ്ട്. ചില സീന് എന്തോന്ന് ബ്രാക്കിയോസോറസിനെ എന്തോന്ന് ഐലൻഡിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആ ബ്രാക്കിയോസോറസ് അവിടെ നിന്നും നിന്ന് മരിക്കാൻ പോണ സീന്, അതായാലും ക്ലൈമാക്സിലെ ഒരു സീനായാലും ഇൻട്രോപ്റ്ററിൻ്റെ, അതിലെനിക്ക് ഇപ്പോഴും തിയേറ്ററിൽ നിന്ന് കാണുന്ന ഒരു സീൻ ഓർമ്മയുണ്ട്. പക്ഷേ ഈ സിനിമ ഡൊമിനിയൻ എനിക്ക് യാതൊരുവിധ സീനും എനിക്ക് ഓർമ്മയേ ഇല്ല. എനിക്ക് ആകെ ഓർമ്മയുള്ള ആ ഒരു സീൻ ആ ഒരു ബൈക്ക് ചേസ് സീനാണ്. അത് അടിപൊളിയായിരുന്നു ആ ഒരു ബൈക്ക് ചേസ് സീൻ. ആ ഒറ്റ ബൈക്ക് ചേസ് സീൻ മാറ്റി നിർത്തുകയാണെങ്കിൽ എനിക്ക് ഈ ഡൊമിനിയൻ സിനിമയിൽ യാതൊന്നും നന്നായിട്ട് തോന്നിയില്ല. അതായത് വളരെ വളരെ ഭയങ്കര ബോറിങ്, എന്താണ് ഭയങ്കര റൺ ടൈം ഭയങ്കര കൂടുതലാണ്. അതാണ് ഫോളൻ കിങ്ഡത്തിൽ നിന്ന് 3 വർഷത്തിന് ശേഷം ഇറങ്ങിയ സിനിമ. എന്നിട്ടും എനിക്ക് യാതൊന്നും ഓർമ്മയില്ല ആ സിനിമയിൽ നിന്നൊന്നും. എനിക്കിപ്പം എന്താ പറയുക, ചെറിഷ് ചെയ്യാൻ പറ്റണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ഭയങ്കര ഡള്ളൊരു സിനിമയായിരുന്നു അത്. ഓക്കെ, അന്ന് ഞാൻ അത് തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം മോശമല്ലാതെ തോന്നി. പക്ഷേ ഇന്ന് ഞാൻ നോക്കുമ്പോഴാണ് ഭയങ്കര വീക്കൊരു സിനിമയായിരുന്നത്. അപ്പോൾ അത് ആക്ച്വലി വളരെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. അപ്പോൾ 7th പ്ലേസിൽ നോക്കുകയാണെങ്കിൽ ഡൊമിനിയൻ ആണ്. ആ സിനിമയിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട കാര്യം ഒരു ബൈക്ക് ചേസിങ് കൊള്ളായിരുന്നു. പിന്നെ ആ സിനിമയിൽ നല്ല കാര്യം ആ സിനിമയുടെ മേക്കിംഗ് ആയിരുന്നു. അടിപൊളി മേക്കിംഗ് ആയിരുന്നു. അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് മേക്കിംഗ് ആയിരിക്കും ജുറാസിക് പാർക്ക് ഫ്രാഞ്ചൈസിലെ. അപ്പോൾ ആ 2 ഫാക്ടേഴ്സ് അത്ര ഈ സിനിമയിൽ കൊള്ളാവും. അതുകൊണ്ടാണ് ഞാൻ ലോസ്റ്റ് വേൾഡിൽ നിന്ന് കുറച്ചുകൂടെ മുകളിൽ വെച്ചിരിക്കുന്നത്. വളരെ വ്യത്യാസമൊന്നും ഇല്ല, എന്നാലും വളരെ വ്യത്യാസം, വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് ആ വ്യത്യാസം കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇത് വേസ്റ്റ് ആണ്. അതുകൊണ്ട് ആ ഒരു മേക്കിങ്ങിൻ്റെ ഫാക്ടറും ആ ഒരു ബൈക്ക് ചേസിൻ്റെ ഫാക്ടറും കൂടെ മാത്രമാണ് ഞാൻ അതിനെ ലോസ്റ്റ് വേൾഡിനേക്കാൾ കുറച്ചുകൂടെ മുകളിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ 6th പ്ലേസിൽ ജുറാസിക് വേൾഡ് ഡൊമിനിയൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി 5th പ്ലേസിലേക്ക് കിടക്കാം. 5th പ്ലേസിലേക്ക് ഏത് സിനിമയാണെന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അതാണ് ജുറാസിക് പാർക്ക് 3. ഓക്കെ, ഇനി മുതലാണ് കാര്യങ്ങൾ കുറച്ച് എന്താ പറയുക, കുറച്ചുകൂടി നന്നായിട്ട് വരണം. ഓക്കെ, നന്നായിട്ട് പറഞ്ഞ ഇനി മുതലാണ്. ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ജുറാസിക് പാർക്ക് 3 എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്ത സിനിമയാണെന്ന്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ 2 സിനിമകളില്ലേ, ഡൊമിനിയനും പിന്നെ എന്തോന്ന് ലോസ്റ്റ് വേൾഡും, അത് ഞാൻ ഇന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് അതിനേക്കാളും എന്തുകൊണ്ടും ഭേദം ഈ സിനിമയാണെന്നാണ് തോന്നുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം റൺ ടൈം 80 or 90 മിനിറ്റ്സ് എങ്ങാണ്ടേ ഉള്ളു ഈ സിനിമ ജുറാസിക് പാർക്ക് 3. അതിൻ്റെ പുറത്തുകൂടെ കുറേ ഐക്കോണിക് എലമെൻറ്റ്സ് ഉണ്ട്. സ്പൈനോസറസ് എന്തോന്നും വളരെ ബാഡാസ് ഒരു ഡൈനോസറായിരുന്നു സ്പൈനോസറസിൻ്റെ കുറേ സീനുണ്ട്. ഒരു പ്ലെയിൻ ക്രാഷ് സീന്, ടീറക്സുമായിട്ട് അടിപിടിക്കുന്ന സീന്, ആ ഒരു ഹോൾ സീക്വൻസ്, ആ ഒരു പ്ലെയിന് സ്പൈനോസറസ് പ്ലെയിനായിട്ട് എൻകൗണ്ടർ ചെയ്തതിന് തൊട്ട് പിന്നെ എന്തോന്ന് ഒരു പെർട്ടിക്കുലർ മൂമെൻറ്റ് വരെ ഉള്ളൊരു അടിപൊളിയായിരുന്നു. ആ സീൻ ത്രൂട്ട് ഐക്കോണിക് ആയിരുന്നു. പിന്നെ എന്തോന്ന് സിനിമയിൽ 80 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ ആദ്യത്തെ 40 മിനിറ്റ്സ് അല്ലെങ്കിൽ 40 മിനിറ്റ്സ് എന്താ പറയുക 40 to 45 മിനിറ്റ്സ് ഒരു രക്ഷയില്ലായിരുന്നു. ഓക്കെ, ഒരു രക്ഷയില്ലായിരുന്നു. അത് അടിപൊളിയായിരുന്നു ആ സിനിമയിൽ. പിന്നെ അതിനുശേഷം ക്ലൈമാക്സ് ആ ഒരു ഹോൾ തേർഡ് ആക്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തതാണ് ഈ ജുറാസിക് പാർക്ക് 3യുടെ. അത് ആ ക്ലൈമാക്സ് ഒക്കെ എന്തോന്ന് ആ ബേർഡ് കേജ് പോലത്തെ പറക്കണ അവസാനം അതൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര എന്തോന്ന് ഡള്ളായിട്ട് ഭയങ്കര സ്ലോ ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് എനിക്ക് ഈ സിനിമ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത്. പക്ഷേ ഒരു ഫസ്റ്റ് ആക്റ്റും സെക്കൻഡ് ആക്ടിൻ്റെ ഫസ്റ്റ് ഹാഫും അതിൻ്റെ ആ ഒരു റേഞ്ച് ബാക്കി തേർഡ് ആക്ടിന് കിട്ടിയിരുന്നെങ്കിൽ ഈ സിനിമ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ജുറാസിക് പാർക്ക് സിനിമ ആയേനെ. ഓക്കെ, പക്ഷേ ഇത് മോശമല്ല, ഇത് ഭയങ്കര നല്ലതുമല്ല മോശമല്ല, ഇതൊരു ആവറേജ് സിനിമയാണ്. ഓക്കെ, അപ്പോൾ 5th പ്ലേസിൽ ജുറാസിക് പാർക്ക് 3 ആണ്. ഓക്കെ, ഇനി എന്താ പറയുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നല്ലൊരു ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. വലിയ ലെങ്ത് ഒന്നും ഇല്ല, നിങ്ങൾക്ക് ഡൈനോസേഴ്സിനൊക്കെ കാണാം. അത്യാവശ്യം ഒട്ടും എസ്പെഷ്യലി 45 മിനിറ്റ്സ് ഒന്നും തീരെ ബോറിംഗ് അല്ലാത്തൊരു സിനിമയാണ്. അപ്പോൾ എനിക്ക് 5th പ്ലേസിൽ ജുറാസിക് പാർക്ക് 3 ആണ്. വളരെ അത്യാവശ്യം മോശമല്ലാത്തൊരു സിനിമയാണ്. ഓക്കെ, 5th പ്ലേസിലാണ് ജുറാസിക് പാർക്ക് 3. ഇനി ഞാൻ പറയാൻ പോകുന്ന 4 സിനിമകൾ 4 സിനിമകൾ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ്, അതായത് വളരെ ചെറിയ വ്യത്യാസത്തിലാണ് ഞാൻ 4, 3, 2, 1 റാങ്ക് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, 4ാമത്തെ സ്ഥാനത്ത് നിൽക്കുകയാണ് ജുറാസിക് വേൾഡ്. ഓക്കെ, ജുറാസിക് വേൾഡ് ആണ് 4ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത്. 2015 റീബൂട്ട് ജുറാസിക് വേൾഡ് അടിപൊളി സിനിമയാണ്. അടിപൊളി സിനിമ. അതിന് ആ ഇൻഡോമിനസ് റെക്സ് ആ ഒരു ഫാക്ടർ മാത്രം മതി ഈ സിനിമ വൺ ഓഫ് ദ ബെസ്റ്റ് ജുറാസിക് പാർക്ക് സിനിമ ആക്കാൻ.
ഭയങ്കര എന്താ പറയുക, ജുറാസിക് പാർക്ക് 3 സ്പൈനോസറസിനെ കാണിച്ച പോലെ ഇതിൽ ഇൻഡോമിനസ് റെക്സ് അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ജുറാസിക് വേൾഡ്. ആ ഇതിൽ കുറേ ഐക്കോണിക് സീനുണ്ട്. ആ പാർക്കിൻ്റെ ആ ഒരു സീനായാലും, ആ ഒരു ബോൾ പോലത്തെ സാധനത്തിൽ ചേട്ടനും അതിനും കൂടെ പോകുമ്പോൾ മറ്റേ ഇൻഡോമിനസ് റെക്സ് അറ്റാക്ക് ചെയ്യണതായാലും, മോസാസറസിൻ്റെ ഒരു സീനായാലും, ക്ലൈമാക്സ് ഫൈറ്റിൻ്റെ ആ ഒരു സീനായാലും എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് ഈ സിനിമയിൽ തോന്നിയ ആ ഒരു പോരായ്മ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതായിരിക്കും എന്താ പറയുക, സെക്കൻഡ് ആക്ടിൻ്റെ തേർഡ് ആക്ടിൻ്റെ തുടക്കം. അതായത് എങ്ങനെ അത് പറയണം, ഒരിടയ്ക്ക് സിനിമയുടെ ഇടയ്ക്ക് കുറച്ച് ബോറിങ് ആയിരിക്കും. ഓക്കെ, പിന്നെ സിനിമയുടെ ബാർ ഹൈ ആയിരിക്കും. അപ്പോൾ ഇതൊരു ചെറിയ നെഗറ്റീവാണ്. സത്യം പറയാൻ അത്ര മോശമില്ലാത്ത സിനിമയാണ്, ഭയങ്കര നല്ല സിനിമയാണ്. പക്ഷേ എന്നെ 4ാം സ്ഥാനത്ത് വെക്കണമെങ്കിൽ ബാക്കി 3 സിനിമ അടിപൊളിയായതാണ്. ഓക്കെ, അപ്പോൾ 4ാമത്തെ സിനിമ ജുറാസിക് വേൾഡാണ്. ഓക്കെ, അടിപൊളിയൊരു സിനിമ തന്നെയാണ്, അടിപൊളി സിനിമയാണ്. ഓക്കെ, നിങ്ങൾ എന്തായാലും കാണണം. ഓക്കെ, അപ്പോൾ എൻ്റെ 4th ലിസ്റ്റ് കിടക്കുന്ന ജുറാസിക് വേൾഡാണ്. ഓക്കെ, ഇനി നമുക്ക് 3rd പ്ലേസിലോട്ട് എടുക്കാം. 3rd പ്ലേസ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതാണ് ജുറാസിക് വേൾഡ് റീബർത്ത്. ഓക്കെ, ജുറാസിക് വേൾഡ് റീബർത്താണ് എനിക്ക് 3rd ആയിട്ട് തോന്നിയിട്ടുള്ളത്. ടോപ്പ് 3 സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ജുറാസിക് വേൾഡ് റീബർത്ത് വരും. നിങ്ങൾ എന്തായാലും ഡിസഗ്രി ചെയ്യാൻ പോവുകയാണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഫസ്റ്റ് സെക്കൻഡ് ഏതായിരിക്കുമെന്ന്. ഏതായിരിക്കും എന്നല്ല, ഫസ്റ്റ് സെക്കൻഡ് സിനിമകൾ ഏതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഡിസഗ്രി ചെയ്യാം. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഓക്കെ, ഇതിൻ്റെ പേഴ്സണൽ ഞാൻ ഭയങ്കര കൊച്ചിലോട്ട് കണ്ടു തുടങ്ങിയ ഒരു ഫ്രാഞ്ചൈസാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള മാത്രമാണ് ഞാൻ പറയുന്നത്. എൻ്റെ പേഴ്സണൽ മാത്രമാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ വേറെ ആയിരിക്കും, നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങളുടെ റാങ്കിങ് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ 3rd പ്ലേസിലാണ് ജുറാസിക് വേൾഡ് റീബർത്ത്. ഇതൊരു അടിപൊളി സിനിമയാണ്. ജുറാസിക് വേൾഡിനെക്കാളും കുറച്ചുകൂടി എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. കാരണം ഇതിലിപ്പോൾ പ്രത്യേകിച്ച് അത്ര ഐക്കോണിക് സീനൊന്നുമില്ല. പക്ഷേ ഈ സിനിമ ഫുൾ ഫണ്ണാണ്. അതായത് ജുറാസിക് ഒരു രക്ഷയില്ല. അതായത് എന്താ പറയുക, സിനിമ തുടങ്ങണ എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ തീരണതും എനിക്ക് ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് ക്ലീശ ഇമോഷണൽ സീനിന് വേണ്ടി കുറേ സാക്രിഫൈസ് അങ്ങനെ ഒന്നുമില്ല. കുറേ ഡൈനോസേഴ്സിന് ക്രൈം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. പിന്നെ എന്തോന്ന്, ഒരുപാട് നല്ല സീനുണ്ട്, നല്ല ബ്രെത്തേക്കും കുറേ സീനുണ്ട് ഈ സിനിമയിൽ. ഒരു മലയിൽ നിന്ന് ചാടുന്ന ഒരു ഇതിറങ്ങാൻ ആ ഒരു സീനുണ്ട്, കുറേ സീനുണ്ട്. ഡീറക്സ് ആയാലും എല്ലാം ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് ജുറാസിക് വേൾഡ് റീബർത്ത് സത്യം പറയുകയാണെങ്കിൽ, മോർ ദാൻ ജുറാസിക് വേൾഡ്. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 3rd പ്ലേസിൽ നിൽക്കുന്നത് ജുറാസിക് വേൾഡ് റീബർത്ത് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞ ആകെ തോന്നുന്ന നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഡൈനോസേഴ്സിനെയും ഭയങ്കരമായിട്ട്, അതായത് ഒരുപാട് അങ്ങോട്ട് ഒരുപാട് സ്ക്രീൻ ടൈം കൊടുത്തിട്ടില്ല, അത്രേ ഉള്ളൂ. അത്ര എനിക്ക് തോന്നുന്നു ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സിനിമയായിട്ടാണ് എനിക്ക് ജുറാസിക് വേൾഡ് റീബർത്ത് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 3rd പ്ലേസിൽ നിൽക്കുന്ന ജുറാസിക് വേൾഡ് റീബർത്ത് ആണ്. ഓക്കെ, ഇനി നമുക്ക് 2nd പ്ലേസിൽ വെക്കാം. അതാണ് ജുറാസിക് വേൾഡ് ഫാളൻ കിങ്ഡം. എനിക്ക് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു എൻ്റെ ബെസ്റ്റ് സിനിമ ജുറാസിക് വേൾഡ് ഫാളൻ കിങ്ഡം ആയിരുന്നെന്ന്. പക്ഷേ പിന്നെ ആലോചിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവണം ഈ ഫാളൻ കിങ്ഡം എവിടെ നിന്നാണ് വന്നത്. അതായത് ഈ ഫാളൻ കിങ്ഡത്തിൻ്റെ ഐഡിയ വരെ എവിടെ നിന്നാണ് വന്നത്, OG സാധനത്തിൽ നിന്നല്ലേ. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കണു, ഫാളൻ കിങ്ഡം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. പക്ഷേ OG ഇപ്പോഴും OG ആയിരിക്കില്ലേ, അതാ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ എനിക്ക് ജുറാസിക് വേൾഡ് ഫാളൻ കിങ്ഡം എനിക്ക് ഒന്നും പറയാനില്ല, എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയാണ്. ഇത്ര ഒരു വ്യത്യാസമേ ഉള്ളൂ ഫാളൻ കിങ്ഡം ഫസ്റ്റ് സിനിമയും തമ്മിൽ, ഇത്ര ഒരു വ്യത്യാസം. ഒരു ആബ്സല്യൂട്ട് സിനിമയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഫാളൻ കിങ്ഡം. അത് നിങ്ങൾ എന്തായാലും ഡിസഗ്രി ചെയ്യാം. പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. എന്താ പറയുക, ഫസ്റ്റ് ആക്റ്റും സെക്കൻഡ് ആക്റ്റും ഒക്കെ എന്താ പറയുക, ഫസ്റ്റ് ആക്റ്റൊക്കെ പാർക്കിൻ്റെ ഡിസ്ട്രക്ഷനെ കുറിച്ചാണ്. അതായത് ഡൈനോസേഴ്സിനെ രക്ഷിക്കണൊക്കെ അത് ഒബ്വിയസ്ലി ഗുഡായിരുന്നു. എനിക്ക് പേഴ്സണലി 3rd ആക്ട് സെക്കൻഡ് ആക്റ്റും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു ഭയങ്കര ഡിഫറെൻ്റ് ഒരു ജുറാസിക് പാർക്കായിരുന്നു. അതായത് ബാക്കി കമ്പയറിങ് ടു അതർ സിനിമകൾ ഇത് അത്യാവശ്യം ഡിഫറെൻ്റ് ആയിരുന്നു, മനസ്സിലായില്ലേ. അതായത് ഒരു മാൻഷനകത്ത് നടക്കുന്ന ഒരു സംഭവം, ഇത് എന്തോന്ന് ഡൈനോസേഴ്സിൻ്റെ ലേലം, അത്യാവശ്യം നല്ല ഫണ്ണ് സാധനമായിരുന്നു. ഞാൻ ഇപ്പോഴും അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് കാണുന്ന ഒരു സിനിമയാണത്. ഇതിൽ കുറേ മെമ്മറബിൾ സീൻസ് ഉണ്ടായിരുന്നു ഈ സിനിമയിൽ, കുറേ. അതാ ഫസ്റ്റ് ആ മോസാസോറസ് ഹെലികോപ്റ്ററിൽ നിന്ന് ആളെ പിടിച്ച് തിന്നണ ആ ഒരു സീനായാലും, പിന്നെ
ആ വോൾക്കാനിക് ഇറപ്ഷൻ്റെ ഒരു ഹോൾ സീക്വൻസ് ആയാലും, പിന്നെ ഇൻട്രാപ്റ്റർ മറ്റേ സിനിമയിലൊരു ഡാർക്ക് ഷെയ്ഡ്, ഒരു മോശം ഷെയ്ഡിലുള്ളൊരു ക്യാരക്ടറാണല്ലോ വില്ലനെ പോലെ, അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നൊരു സീനായാലും, പിന്നെ ക്ലൈമാക്സിലെ ആ സീനായാലും, എനിക്ക് തോന്നിട്ടുള്ള ഈ സിനിമ ത്രൂ ഔട്ട് ഐക്കോണിക് ആണെന്നാണ്. എനിക്ക് മനസ്സിലാവില്ല ഇതിലേതാണ്, എന്താണ് ഇതിൽ മോശമെന്ന് എനിക്ക് മനസ്സിലാവാത്തതാണ്. ഓക്കെ, എനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് പേഴ്സണലി ഒന്നും എനിക്ക് ഈ സിനിമയിൽ മോശമായിട്ട് തോന്നിട്ടില്ല. ഒന്നും എനിക്ക് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് സിനിമ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ സെക്കൻഡ് പ്ലേസിൽ ജുറാസിക് വേൾഡ് ഫോളൻ കിങ്ഡം ആണ്. അടിപൊളി തന്നെയാണ്. ഓക്കെ, വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ്. സെക്കൻഡ് പ്ലേസ് റണ്ണറപ്പാണ്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് പ്ലേസിലോട്ട് കിടക്കാം. ജുറാസിക് പാർക്ക്, സ്പിൽബർഗ് സംഭവം എന്നൊക്കെ പറയുക, അതാണ് ഇത്. ഓക്കെ, സ്പിൽബർഗിൻ്റെ സംഭവം. ഞാൻ പറഞ്ഞ തന്നെ ഈ ജുറാസിക് വേൾഡ് ഫോളൻ കിങ്ഡത്തിൻ്റെ ഐഡിയ എവിടെ നിന്ന് വന്നാൽ അത് ജുറാസിക് പാർക്ക് എന്ന്, അത് 1993 സിനിമയാണ്. അതിൻ്റെ ആ ഒരു ലെവൽ വെച്ച് അടിപൊളി സിനിമ തന്നെയാണ്. ഓക്കെ, ഒരു രക്ഷയില്ലാത്ത സിനിമ തന്നെയാണ്. നിങ്ങൾ ബാക്കി എന്തോന്ന് എനിക്ക് ബാക്കി മിക്ക സിനിമകളും ഇഷ്ടമാണ്. സിനിമയിൽ ഒരു സിനിമയും മോശമായിട്ടില്ല, വളരെയധികം മോശമായിട്ടില്ല. ഓക്കെ, ദ ലോസ്റ്റ് വേൾഡ് ബിലോ സോസോ സിനിമ, അതുപോലെ തന്നെയാണ് ഡൊമിനിയൻ സോസോ സിനിമ. ജുറാസിക് പാർക്ക് 3 അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിനിമയാണ്. ജുറാസിക് വേൾഡ് നല്ല സിനിമയാണ്. റീബർത്ത് നല്ല സിനിമയാണ്. ഫോളൻ കിങ്ഡം അടിപൊളി സിനിമയാണ്. ഇത് അടിപൊളി സിനിമയാണ്. ഓക്കെ, അപ്പോൾ ഒന്നും മോശമായിട്ടില്ല. അപ്പോൾ എന്തോന്നു, ഈ ഒരു സിനിമ മോശമാണെങ്കിൽ പോലും ഈ ഒരു ഒറ്റ സിനിമയെങ്കിലും നിങ്ങൾ കാണണം. ഓക്കെ, കാണേണ്ട സിനിമയാണ് ജുറാസിക് പാർക്ക്. ഓക്കെ, അതെനിക്ക് ഒന്നും പറയാനില്ല. ഓക്കെ, നിങ്ങളത് കാണണം. നിങ്ങൾ ഈ സിനിമ കണ്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തൊരു സിനിമ ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് എല്ലാ ആസ്പെക്ട്സും ഈ സിനിമ അടിപൊളിയാണ്. 1993 വെച്ച് നോക്കുകയാണെങ്കിൽ എന്തോന്ന് ഗ്രാഫിക്സ്, VFX, സ്റ്റോറി, അടിപൊളി സ്റ്റോറി, പിന്നെ കുറേ ബ്രെത്ത് ടേക്കിംഗ് സീനുണ്ട് ഈ സിനിമയിൽ. പിന്നെ ഈ സിനിമ ജുറാസിക് പാർക്കിൽ നിന്ന് കുറച്ച് സീൻസ് റീബർത്തിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുറച്ച് സീൻസ് റീബർത്തിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഒരു കിച്ചൻ്റെ ഒക്കെ ഒരു സീനുണ്ടല്ല ജുറാസിക് പാർക്കിൻ്റെ, അത് അവിടെ കിച്ചനാണെങ്കിൽ ഇതിൽ സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സംഭവം എനിക്ക് അതിന് പേഴ്സണലി തോന്നി. ഓക്കെ, അപ്പോൾ എല്ലാം ഇൻസ്പയർ ആവണം ഇവിടെ നിന്ന് OG സാധനം ഇതിന്. അപ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ജുറാസിക് പാർക്ക് തന്നെ. ഓക്കെ, അതിപ്പോൾ ഇനി വരാൻ പോണ എന്തൊക്കെ ജുറാസിക് പാർക്ക് വന്നാലും ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് പ്ലേസ് ജുറാസിക് പാർക്കാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ റാങ്കിങ് അത്രയും. ഓക്കെ, ഇതാണ് എൻ്റെ റാങ്കിങ് അത്രയും. നിങ്ങൾക്ക് എൻ്റെ റാങ്കിങ് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ റാങ്കിങ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ജുറാസിക് പാർക്കിൻ്റെ ഹോൾ റാങ്കിങ്. ഏറ്റവും വേർസ്റ്റ് സിനിമ ആണെങ്കിൽ ലോസ്റ്റ് വേൾഡ് ആണ്. ഏറ്റവും ബെസ്റ്റ് സിനിമയാണെങ്കിൽ ജുറാസിക് പാർക്കാണ്. ഓക്കെ, ലോസ്റ്റ് വേൾഡ് ആക്ച്വലി മിക്കവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നിയത് കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് എനിക്കത് വേർസ്റ്റ് ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ്. ഓക്കെ, അപ്പോൾ ജുറാസിക് വേൾഡ് റീബർത്ത് തിയേറ്ററിലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ്. ഓക്കെ, ഇനി ഡൊമിനിയൻ അന്ന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ തോന്നി. അന്ന് ഞാൻ 9th എങ്ങാണ്ട് പഠിക്കുകയായിരുന്നു. അപ്പം എനിക്ക് അന്ന് കുഴപ്പമില്ലാതെ തോന്നി തിയേറ്ററിലൊക്കെ കണ്ടപ്പം. പക്ഷേ ഇന്ന് ഞാൻ അത് ഒന്നും കൂടെ തിരിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഒന്നും മെമ്മറബിൾ സീൻസായിട്ട് ഒന്നും തോന്നിയില്ല. അതുകൊണ്ട് എനിക്ക് അത് വളരെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് സിനിമയായിരുന്നു. അപ്പോൾ ഡൈനോസറിൻ്റെ പകരം ഇത്രയുള്ള ജീവി ഉണ്ടല്ലോ, ജന്തു, അതിനായിരുന്നു കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഡൊമിനിയൻ ഒരു വളരെ ഡിസപ്പോയിൻമെൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ ക്ഷീണം അത്ര തീർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആസ് എ ജുറാസിക് പാർക്ക് ഫാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ റാങ്കിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തൊരു വീഡിയോ വരും. ഓക്കെ, വീഡിയോ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം അതായത് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയുക ഒരു വീഡിയോ വന്നിട്ട് അൺസബ്സ്ക്രൈബ് ഒന്നും ചെയ്യരുത്. കാരണം അത് വീഡിയോ വരും. ഓക്കെ, നിർത്തിയിട്ട് പോയൊന്നുമല്ല, വീഡിയോ വരും. ഓക്കെ, വീഡിയോ വരും മാസത്തിൽ ഒഴികെ ആ ഒരു പീരീഡിലെ വരും. ഓക്കെ, ഇനി വീഡിയോസ് ടിൽ മാർച്ച്. ഓക്കെ, അപ്പോൾ അത് അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് കാണുന്നതിലേക്ക് ഒരു മാഡ്ലി ബൈ.